ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിച്ചാൽ ഒരു പാക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എങ്ങോട്ട് പോകാനാണെന്ന്. അപ്പോൾ ഞാൻ അഖിൽചേട്ടൻ്റെ വീട്ടിലോട്ട് പോവാണ്. ഞാൻ മാത്രമല്ല, അഖിൽചേട്ടനും ഉണ്ട്. അപ്പോൾ അവിടെ നാളെ ഉത്സവമാണ്. അതിന് വേണ്ടിയിട്ടുള്ള പാക്കിംഗ് ആണ്. നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളും പിന്നെ നമ്മുടെ കമ്മല് മാല അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പാക്കിംഗ് വീഡിയോ ആണ്. അപ്പം ഞാൻ എങ്ങനെയാണ് പാക്ക് ചെയ്തുകൊണ്ട് ഇതൊക്കെ പോകുന്നത് അങ്ങനെയൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് എന്തൊക്കെ പ്രോഡക്റ്റ് എന്ന് അപ്പോൾ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുപോകുന്നത്, എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഇത്രയും നാളായിട്ട് ഞാൻ വലിയ വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ ഇടുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് വലിയ വീഡിയോ ആക്കണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല, ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് എടുക്കാനാണ് ആഗ്രഹം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഓർഡർ ചെയ്ത് വെക്കുന്നത്, എന്തൊക്കെ സാധനങ്ങളാണ് എന്തെങ്കിലും ഒരു വിശേഷത്തിന് കൊണ്ടുപോകുന്നത് എന്നൊക്കെയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണിത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എന്ന് വിചാരിച്ചാൽ നമ്മുടെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെക്കാൻ പോവുകയാണ്. എൻ്റെ അഖിൽചേട്ടൻ്റെ ഡ്രസ്സൊക്കെ. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഞാൻ 2 ഡ്രസ്സ് കൊണ്ടുപോകുന്നത്. അതിനകത്ത് 2 എണ്ണത്തിൽ ഏതിടണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഒരെണ്ണം സ്റ്റിച്ചിങ്ങിന് കൊടുത്തേക്കുന്നേ ഉള്ളൂ, നാളെ കിട്ടത്തോളൂ. ഇതിന് മുമ്പത്തെ ഉള്ള വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇത് എന്താ പറയുന്നത്. ആ വീഡിയോക്ക് ഇത് ഫുൾ ഉണ്ട്. കാണാത്തവരാണെങ്കിൽ അത് കണ്ടിട്ട് വന്നിട്ട് ഇത് കാണുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. എനിവേസ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് അതിടണോ അതോ എൻ്റെ ഫ്രണ്ടിൻ്റെ ഇത് വെച്ച് ആ ഡ്രസ്സ് ഇടണോ എന്ന് ഞാൻ ഇതുവരെ ഓർപ്പിച്ചിട്ടില്ല. അപ്പം ഒരെണ്ണം അയൺ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ ഒരെണ്ണം അയൺ ചെയ്തേ ഇടാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഉള്ള അവസ്ഥയിലിരിക്കുകയാണ്. അപ്പം ഇതെല്ലാം അയൺ ചെയ്യുന്ന വീഡിയോ ആണ് ആദ്യം നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഹലോ. അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് അയൺ ചെയ്യാൻ പോവാണ്. ഞാൻ സാധാരണ ഇതിൻ്റെ മുകളിലിട്ടല്ല അയൺ ചെയ്യുന്നത്, വേറൊരു ടേബിളിൻ്റെ മണ്ടയിലിട്ട്. അവിടെ കുറച്ച് ലൈറ്റിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ ഇട്ടാണ് അയൺ ചെയ്യാൻ പോകുന്നത്. ഇത് ഗ്ലാസ് ആയതുകൊണ്ടും പിന്നെ ഒരുപാട് ചൂട് പറ്റണ്ടാത്ത ഡ്രസ്സ് ആയതുകൊണ്ടും കൂടി മാത്രമാണ് ഇതിൻ്റെ മുകളിലിട്ട് ഞാൻ അയൺ ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇച്ചിരി കട്ടിക്ക് എന്തെങ്കിലും ഇടാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി 2 ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഈ 2 ബെഡ്ഷീറ്റുമാണ് ഇവിടെ ഇരിക്കുന്നത്, സാധാരണ തുണി തേക്കാൻ. അപ്പോൾ ഇതിന് മുകളിലോട്ട് വന്നിട്ട് കൊടുക്കാം. അതുമാത്രമല്ല, ഇതിന്റെ മുകളിൽ വെച്ച് അയൺ ചെയ്യാൻ കാരണം, അപ്പൊ ഞാൻ സ്കേർട്ട് ടോപ്പുമാണ് ഇടുന്നത്. അപ്പൊ സ്കേർട്ട് തേക്കണമെങ്കിൽ കുറച്ച് വിസ്താരമൊക്കെ വേണം. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ ടേബിളിന്റെ മുകളിലിട്ട് തേക്കുന്നത്. അപ്പൊ നമുക്ക് സ്കേർട്ട് ടോപ്പ് കൊടുത്തിട്ട് വരാം അല്ലേ. അപ്പൊ ഗൈസ്, ഇതാണ് സ്കേർട്ട്. ഇത് തേക്കാതിടാനേ പറ്റത്തില്ല. പക്ഷെ ഇതിന് ഹൈ ലെവൽ ചൂടൊന്നും വേണ്ട, ഒരു ചെറുതായിട്ടൊരു ചൂട് മതി. പക്ഷെ ഇതിന്റെ ഉടുപ്പ് തേക്കാൻ പറ്റത്തില്ല, നെറ്റാണ്. മറ്റേതും തേക്കാൻ പറ്റത്തില്ല, പക്ഷെ ഇത് തേച്ചേ പറ്റും. സ്കേർട്ട് തേച്ചേ പറ്റും. കാര്യം ഇതിന്റെ പോലെ കണ്ടോ, ചുളുങ്ങിയൊക്കെ ഇരിക്കുവാണ്. അല്ലാതെ ഞാൻ രണ്ടാമത് ഇടുന്ന സ്കേർട്ട് തേക്കാൻ പറ്റത്തില്ല, അത് നെറ്റിന്റെയാണ്. ഇത് മാത്രമേ എനിക്ക് തേക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇത് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ വേറെ 2-3 അല്ലാത്ത ഡ്രസ്സും കൊണ്ടുവന്നു. അതൊന്ന് അയൺ ചെയ്യണം, അഖിൽചേട്ടൻ്റെ ചെയ്യണം. അപ്പൊ നമുക്ക് ഇതുപോലുള്ള വലിയ സ്കേർട്ട് എങ്ങനെ അയൺ ചെയ്തെന്ന് നോക്കാം. ഓക്കെ, ഞാനിവിടെ അയൺ ബോക്സ് ചൂടാക്കാൻ വെക്കാൻ പോവാണ്. ഞാനിവിടെ കുറച്ചാണ് വെച്ചേക്കുന്നത്, ഏറ്റവും ലോയിലാണ് വെച്ചേക്കുന്നത്. കാര്യം നമുക്ക് ഈ ഒരു തുണിക്ക് നമ്മൾ ഒരുപാട് ചൂട് പറ്റാൻ പറ്റത്തില്ല, കാര്യം ഇത് ഉരുക്കി പോകുന്നത് കൊണ്ട്. അപ്പൊ നമ്മുടെ അയൺ ബോക്സ് ചൂടായിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ട് ഇവിടെ നമുക്ക് ചൂടൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതുപോലത്തെ തുണിയിലൊക്കെ അയൺ ചെയ്യാൻ. അപ്പൊ ഞാൻ ചെറുതായിട്ടൊന്ന് നല്ല രീതിയിൽ അയണൊക്കെ ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുവാണ്. ഞാൻ അത് മടക്കിയും വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ബാക്കിയുള്ള വീഡിയോ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല, കാര്യം അന്നേരത്തിന് കോള് വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഇനി മടക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഓർത്ത് ഞാൻ വ്ലോഗ് ചെയ്യുന്നുണ്ടല്ലോ എന്ന്. അപ്പം ഇതിങ്ങനെ ആയിപ്പോയി. ഇനിയിപ്പോൾ നമുക്ക് ഒരു ഷർട്ടും ഒരു ഉടുപ്പും മാത്രമേ ഉള്ളൂ തേക്കാൻ. അതും കൂടെ തേക്കുന്നതൊക്കെ കാണിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തത് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വെക്കുന്നതും ഒക്കെ നമുക്ക് നോക്കാം. ഡ്രസ്സ് പാക്ക് ചെയ്ത് അടുക്കി വെക്കുന്നത് കാണാം, പിന്നെ അയൺ ചെയ്യുന്നത് കാണിച്ചാൽ നിങ്ങൾക്ക് കൂടെ കുറച്ച് ബോറടിക്കും. അതുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല. ഇനിയുള്ളത് ഇനി അടുത്ത് നമുക്ക് എന്തെങ്കിലും മേക്കപ്പ് ഐറ്റമുകൾ കൊണ്ടുപോകണമെന്ന് നമുക്ക് നോക്കാം. ഒരു പൂച്ച കിടന്ന് ഇങ്ങനെ കരയുന്നുണ്ട്, നിങ്ങൾ അത് ശ്രദ്ധിക്കാനേ പോകണ്ട. ഇവിടുത്തെ എൻ്റെ അയൽച്ചേട്ടൻ്റെ പൂച്ചയാണ്. അതിന് എൻ്റെ അയൽച്ചേട്ടനെ കാണുമ്പോഴേ കരച്ചിൽ എന്ന് തുടങ്ങും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത സെക്ഷനിലോട്ട് പോവാം.
ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഐറ്റംസ് എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കാൻ പോവാണ്. അപ്പം ഞാൻ എന്തൊക്കെ കൊണ്ടുപോകുന്നെന്നും പിന്നെ എന്തൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നെന്നും എനിക്ക് വേണ്ടുന്ന മേക്കപ്പ് ഐറ്റംസും കാര്യങ്ങളും ഒക്കെ എന്തൊക്കെയാണെന്ന് നിങ്ങളെ ഞാൻ കാണിക്കാം. അത് തന്നെ ഞാൻ ബാഗിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അല്ല ഇരുന്നത്. കണ്ടേ ഇതുപോലൊരു ചെറിയ ബാഗ് എൻ്റെ കയ്യിലുണ്ട്. ഇത് എനിക്ക് ഒന്ന് നെയിൽ പോളിഷ് അങ്ങോട്ട് മേടിച്ച ബാഗാണ്. ഇത് അഞ്ചേട്ടൻ്റെ അമ്മ നെയിൽ പോളിഷ് ഒക്കെ കൊണ്ടുവന്ന ബാഗാണ്. ഇതുപോലെ 2-3 എണ്ണം ഉണ്ട്. അപ്പോൾ ഞാൻ ഓരോ കാര്യത്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതുപോലത്തെ പാക്കറ്റൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വേസ്റ്റ് ചെയ്ത് കളയണ്ട. ഇങ്ങനെയുള്ള കുറേ ഉപകാരങ്ങളുണ്ട്. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാം. ഇതിനകത്ത് ആദ്യം ഇടുന്ന കാര്യം എന്ന് വിചാരിച്ചു സൺസ്ക്രീൻ, പിന്നെ നമ്മുടെ സിന്ദൂരം ഇടുന്നത്. ഇത് ഞാൻ 2 എണ്ണം കൊണ്ടുപോകുന്നുണ്ട്. ആണോ, 2 എണ്ണമാണ് ഞാൻ കൊണ്ടുപോകുന്നത്. എനിക്ക് ഇതിനകത്ത് ഏതാ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. എപ്പോൾ ഏത് ഇഷ്ടപ്പെടുന്നോ അത് ഞാൻ ഇടും. നമ്മുടെ സിറം, പിന്നെ അടുത്തതെന്ന് വെച്ചാൽ എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ആണ്. ഇത് മാത്രമല്ല, ഞാൻ 3 ഷെയ്ഡാണ് കൊണ്ടുപോകുന്നത്. കാര്യം എനിക്ക് ഏതെങ്കിലും ഷെയ്ഡ് അപ്പം വേണ്ടെന്ന് തോന്നി പിന്നെ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞാൻ 3 ഷെയ്ഡാണ് കൊണ്ടുപോകുന്നത്. അതാണ്ട് ഈ 3 ഷെയ്ഡാണ് കൊണ്ടുപോകുന്നത്. ഈ പിങ്ക്, ഈ ബ്രൗണ്, പിന്നെ ഇത് ഒരു ബ്രൗൺ കളറാണ്. ഇത് ലിക്വിഡ് ലിപ്സ്റ്റിക് ആയതുകൊണ്ട് ഇതിനോട് കൂടുതൽ ഇഷ്ടം ഈ ബ്രൗണിൻ്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 3 കൂടാണ് കൊണ്ടുപോകുന്നത്. അതിന് 2 ചേരുന്നതോ ഇല്ലെങ്കിൽ ചേരാത്തതുമായിട്ടുള്ള എന്ന് വെച്ചാൽ 2 ലിപ് ലൈനറും കൂടാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു ബ്രൗണും പിന്നെ ഒരു ബ്രൗണും പിന്നെ ഒരു റെഡ് കളറും കൂടാണ്. റെഡ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഡാർക്ക് റെഡ് കളറും കൂടാണ്. ഒരു ലിപ് ലൈനറാണ് എടുത്തേക്കുന്നത്. 1 അല്ല 2 ലിപ് ലൈനറാണ് എടുത്തേക്കുന്നത്. നമ്മുടെ മസ്കാര, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന മസ്കാരയാണ് നമ്മുടെ മസ്കാര. പിന്നെ ഒരു സ്ലൈഡ്, ഇതൊരു എക്സ്ട്രാ ഇട്ടേക്കുന്നതെന്നേ ഉള്ളൂ. ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതല്ല. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടേക്കാം. എപ്പോഴും ആവശ്യം എന്തിൻ്റെയാണെന്ന് പറയാനേ പറ്റത്തില്ല. ഇത് കാജലിൻ്റെ ഒരു സ്റ്റിക്കാണ്. ഈ സ്റ്റിക്ക് എനിക്ക് എപ്പോഴും വേണം. കാര്യം നമുക്ക് സ്മോക്കി ഐസ് ഒക്കെ വരുത്താൻ വേണ്ടി ഈ സ്റ്റിക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം എന്താണ് ഈ ഒരു ബ്രഷ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നതല്ല, നല്ലൊരു ഷോയ്ക്ക് വേണ്ടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിരികത്തിന് ഒട്ടും കറുപ്പില്ല. ചുമ്മാ ഒന്ന് എഴുതുമ്പോഴത്തേനും ഒരു ചെറിയ കറുപ്പ് വരും. അതുകൊണ്ട് തന്നെ പിന്നെ ഒരു ഐബ്രോ പെൻസില്, ഇത് വേണം. ഇതാണ് അത്യാവശ്യ സാധനം. പിന്നെ നമ്മുടെ ഫൗണ്ടേഷൻ, ഒരു കുഞ്ഞു ഫൗണ്ടേഷൻ ആണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫൗണ്ടേഷൻ അധികം ഇടുന്നത് ഇഷ്ടമല്ല. എന്നാലും നമ്മൾ കണ്ണിൻ്റെ അടിയിലൊക്കെ ഒരു ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് മാത്രം എടുത്ത് വെച്ചേക്കുന്നതാണ്. നമ്മൾ മറന്ന ഒരു കാര്യമുണ്ട്, ഇൻസൈറ്റിൻ്റെ ഐലൈനർ. കുറേ പേരുടെ അടുത്ത് നോക്കി നീ എന്തിനാ ഇൻസൈറ്റ് എന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം അത് മാത്രമല്ല നല്ല വാട്ടർ പ്രൂഫാണ്. നല്ല ഐലൈനറാണ്. നമുക്ക് ഇളക്കി ജസ്റ്റ് ഇങ്ങനെ കളയാം. എനിക്കത് ഭയങ്കര ഇഷ്ടം, ഇങ്ങനെ തൊലി പോലെ ഇങ്ങനെ ഇളക്കി കളയുന്നത്. അതുകൊണ്ട് കൂടെയാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കറുത്ത പൊട്ട്. ഇത് മാത്രമല്ല വേറെ പൊട്ട് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. ഈ ബാഗിനകത്ത് ഇത്രയും സാധനം വെക്കുന്നുള്ളൂ. ഇനി അടുത്ത ബാഗിനകത്ത് വെക്കുന്നതും എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ആണെങ്കിൽ എൻ്റെ ഒരു ഡ്രസ്സിന് ചേർന്ന് ഒരു കുഞ്ഞ് സ്ലൈഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞ് സ്ലൈഡ്. ഇത്രയും മാത്രമേ എടുത്ത് വെക്കുന്നുള്ളൂ. ഞാൻ ലിപ് ബാം എടുക്കുന്നില്ലയോ എന്നൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ കാണും. അതിനുള്ള ഉത്തരമാണ് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ ലിപ് ബാം അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് പൊട്ടിപ്പോയി എൻ്റെ കയ്യിൽ നിന്ന്. അത് ഫുള്ളും കൂടെ അങ്ങ് പൊട്ടിപ്പോയി. അതെങ്ങനെ പൊട്ടിപ്പോയി എന്നൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്. അതൊരു വലിയ സ്റ്റോറി. ആ സ്റ്റോറി പറയണമെങ്കിൽ ഇത് 1 മണിക്കൂറും 2 മണിക്കൂറും കഴിയത്തില്ല നമ്മുടെ വീഡിയോ. അപ്പം എൻ്റെ മേക്കപ്പ് ഐറ്റംസ് ആണ്, ഇത്രയും ഐറ്റംസ് ആണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഇനി അടുത്ത 2ാമത്തെ ബാഗിൽ വെക്കുന്നുള്ളൂ. ഇനി കുറച്ച് പൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം ഒട്ടും മിസ് ചെയ്യാൻ പറ്റാത്ത സാധനമാണ് ഇത്, ഒല. ഈ സാധനം ഇല്ലാതെ എനിക്ക് ഒരു പരിപാടിയില്ല. എനിക്ക് ഒലയില്ലാതെ ഒരു ജീവിതമേ ഇല്ല. കാര്യം നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും എനിക്ക് ഒല വേണം. ഒലയില്ലാതെ എനിക്കൊരിതില്ല. അപ്പോൾ നമ്മുടെ ഒല ഇത്രയും ഐറ്റംസ് ആണ് ഞാൻ ഇപ്പോൾ കൊണ്ടുപോകുന്നത്. പിന്നെ ഒരു ചീപ്പ് കൊണ്ടുപോകുന്നുണ്ട്. ആ ചീപ്പ് ഞാൻ കഴുകി വെച്ചേക്കുവാണ് അവിടെ എവിടെയോ. അതുകൊണ്ട് അത് ഇപ്പോഴേ എടുക്കുന്നില്ല. പിന്നെ നാളെ രാവിലെ ഞാൻ എടുക്കത്തുള്ളൂ. ഈ വീഡിയോയുടെ കണ്ടിന്യൂറ്റി നാളെ ഉണ്ടെങ്കിൽ ഞാൻ അത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ മേക്കപ്പ് ഐറ്റംസ് ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം തേച്ച് മടക്കിയൊക്കെ കഴിഞ്ഞു. എല്ലാം മടക്കി കഴിഞ്ഞു. അപ്പൊ തന്നെ ഈ സ്കേർട്ടിൻ്റെ കൂടെ തന്നെ ഈ ടോപ്പാണ് ഇടുന്നത്. ഇത് ഒരു ജോഡി. പിന്നെ ദാണ്ടെ ഈ സ്കേർട്ട് ഇത് തേച്ചിട്ടില്ല, ഞാൻ മടക്കി വെച്ചിട്ടേ ഉള്ളൂ. ഇത് തേക്കാൻ പറ്റത്തില്ല, കാരണം ഇത് നെറ്റാണ് സംഭവം. ഇതിന്റെ ടോപ്പ് ആന്റിയുടെ കയ്യിൽ ഇരിക്കുന്നതേ ഉള്ളൂ. നാളെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഏതാണെന്ന് ഞാൻ ഒന്നും കൂടെ ഒന്ന് കൺഫേം ചെയ്യത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് അഞ്ചേട്ടൻ്റെ ഡ്രസ്സ് തേച്ച് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഈ ജീൻസ് ഈ ഉടുപ്പാണ്. ജീൻസ് തേച്ചിട്ടില്ല, ഉടുപ്പ് തേച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നാളെ വൈകുന്നേരം ഉത്സവത്തിന് ഇട്ടോണ്ട് പോകുന്ന ഡ്രസ്സ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പിന്നെ ഈ സ്കേർട്ട് ടോപ്പ് ആണെങ്കിൽ ഈ ബാഗാണ് ഞാൻ ഇട്ടോണ്ട് പോകുന്നത്. പിങ്ക് ആണെങ്കിൽ വേറൊരു ബാഗാണ്. ആ ബാഗ് അപ്പുറത്തേക്ക് അത് ഞാൻ എടുത്തോണ്ട് പോകുന്നില്ല ഗൈസ്. അപ്പം ഇതിനാണെങ്കിൽ ഇതായിരിക്കും ഞാൻ ഇട്ടോണ്ട് പോകുന്നത്. ഫുട്വെയർ ഏതൊക്കെയാണ് കൊണ്ടുപോകുന്നതെന്ന് വിചാരിച്ചാൽ ഞാൻ ഇവിടുന്ന് ഇട്ടോണ്ട് പോകുന്ന ഷൂ ഇതാണ്. പിന്നെ ഞാൻ 2 എണ്ണം എക്സ്ട്രാ എടുത്ത് വെച്ചിട്ടുണ്ട്.
ഒരു ഫ്ലാറ്റും എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു എക്സ്ട്രാ 2 കൊണ്ടുപോകുന്നുണ്ട് ഈ ഷൂ അല്ലാതെ. ഒന്നൊരു ഫ്ലാറ്റും ഒന്നൊരു ഹൈ ഹീൽഡും ആണ്. ഹൈ ഹീൽഡ് പാവാടയുടെ കൂടിയിട്ടാണ്. അതാണ്ട് ഈ ഒരു ചെരുപ്പാണ്, ഞാൻ പുത്തൻ ചെരുപ്പാണ്, ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല. അപ്പൊ നാളെ ഒന്ന് ഉദ്ഘാടനം ചെയ്യണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്, നടക്കുമോ എന്നറിയത്തില്ല. പിന്നെ ഈ ഹൈ ഹീൽഡ് ഈ ചെരുപ്പാണ്. ഇത് സ്കേർട്ടിന്റെ കൂടെ ഇടാനാണ്. ഇത് ആ സ്കേർട്ടിന് ഇച്ചിരി ഹൈറ്റ് കൂടുതലാണ്, അതുകൊണ്ട്. ഇനി എനിക്ക് ഇതെല്ലാം ഒന്ന് ബാഗിലോട്ട് എടുത്ത് വെച്ചാൽ മതി. നിങ്ങൾക്കറിയാലോ, നിങ്ങൾ എൻ്റെ മേക്കപ്പ് വീഡിയോയും പിന്നെ ഞാൻ കൊണ്ടുവന്ന പ്രൊഡക്റ്റും കാര്യങ്ങളും എല്ലാം കണ്ടിട്ടുണ്ട്. ഈ വീഡിയോ വലുതായിട്ട് എനിക്ക് വലിച്ചു നീട്ടാൻ ആഗ്രഹമില്ല. ഞാൻ ഏറ്റവും ചുരുക്കിയാണ് എല്ലാം ചെയ്തേക്കുന്നത്. എന്നാലും ഇത് ഇച്ചിരി വലുതായി പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ഇവിടെ എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി എൻ്റെ മേക്കപ്പ് ഐറ്റംസും കൂടെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ മതി. പിന്നെ വീട്ടിൽ ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളും മാത്രം എടുത്ത് വെച്ചാൽ മതി. അതൊന്നും കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതെല്ലാം ഞാൻ ഒഴിവാക്കി കളഞ്ഞത്. ഇപ്പം തന്നെ വീഡിയോ ഇച്ചിരി വലുതാകുമെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഇതെല്ലാം ഓരോ പാക്കറ്റിലാക്കി, ഈ ചെരുപ്പെല്ലാം ഒരു കവറിലും ഈ ഡ്രസ്സെല്ലാം, ഈ അയൺ ചെയ്ത് വെച്ച ഡ്രസ്സെല്ലാം ഒന്ന് പൊതിഞ്ഞോ അല്ലെങ്കിൽ ഒരു പാക്കറ്റിലാക്കിയോ ബാഗിൽ വെക്കണം. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.